விவசாயத்துறையில் விவசாயிகள் தொடர்ந்து நிலைத்து நிற்க முடியாத நிலை மாவட்டத்தில் ஏற்பட்டுள்ளதாக தேவிகுளம் எம்எல்ஏ எஃப் ராஜா தெரிவித்துள்ளார். காலநிலை மாற்றத்தால் தனது சொந்த விவசாயத்திலேயே அதிக அளவில் நஷ்டம் ஏற்பட்டு விவசாயத்தை கைவிட வேண்டிய நிலைக்கு தான் தள்ளப்பட்டுள்ளதாகவும் எஃப் ராஜா தெரிவித்துள்ளார். விவசாயிகளுக்கு கிடைக்கும் நஷ்டஈடு மிக குறைந்த அளவிலேயே அரசிடமிருந்து கிடைத்து வருவதாகவும் தேவிகுளம் எம்எல்ஏ தெரிவித்துள்ளார். காரணம் എനിക്ക് வர പാട്ടം പുതുക്കാതെയാണ് കിടക്കുന്നത്. ആയിരക്കണക്കാன ഏക്കർ പാട്ടത്തിലാണ് ഇരിക്കുന്നത്. പാട്ടം പുതുപ്പിച്ചില്ലെങ്കിൽ അത് നമുക്ക് വലിയ ഒരു ഇഷ്യൂ ആയിട്ട് പോകും. നാം മിനിസ്റ്റർ അടുത്ത് പറയുന്നു. അതുപോലെ തന്നെ ഇവിടെ 2 ഏക്കറും 3 ഏക്കറും കൃഷിക്കാർ അത് വെച്ച് ജീവിച്ച് പോകുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. അവർക്ക് വന്ന് ഒരു വളം മേടിച്ചാലും ശരി, ഒരു സബ്സിഡി ഇല്ല. ഇന്ന് വേപ്പം മണ്ണാക്ക് മേടിക്കണമെങ്കിൽ ഞാൻ ഒരു കൃഷിക്കാരനായത് കാരണം കൊണ്ടാണ് ഞാൻ പറയുന്നത്, 2000 രൂപ കൊടുക്കണം, ഒരു സബ്സിഡി ഇല്ല. മരുന്നിനൊക്കെ ഭയങ്കര വിലയാണ്. ഇവിടുത്തെ കൃഷിക്കാർക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നഷ്ടപരിഹാരം ഒരു ഏല തൈ മേടിക്കണമെങ്കിൽ 100 രൂപയ്ക്ക് മേലിൽ കൊടുക്കണം. 100 രൂപയുടെ മേലിലാണ് ഏലത്തൈ മേടിച്ച് നമുക്ക് നടണമെങ്കിൽ. പക്ഷേ നഷ്ടപ്പെട്ടു പോയാൽ 7 രൂപ 10 രൂപയേ ഉള്ളൂ. ഇതൊക്കെ നമുക്കൊന്ന്, എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ തോട്ടത്തിൽ ഇത്ര വർഷം ആണ ഇറങ്ങുന്ന സ്ഥലത്ത് 2800 തൈ പുതിയ തൈ വെച്ചിട്ട് 6 ആണ വന്ന് എൻ്റെ തോട്ടത്തിൽ വന്ന് 6 ദിവസം അവിടെ ദമ്പടിക്കുമായിരുന്നു. മൊത്തവും പോയി. ഈ വർഷം കൃഷി അവിടെ ചെയ്യുന്നില്ല, എല്ലാം പോയി. ഈ 2800 തൈയും പോയി. ഞാൻ കൃഷിയും നിർത്തി അവിടെ ചെയ്യാനായിട്ട്. പക്ഷേ ഒരു നഷ്ടപരിഹാരം പോയാൽ 10 രൂപ. എവിടെയാണ് കൃഷിക്കാർ രക്ഷപ്പെട്ടു പോകുന്നത്? കൃഷിക്കാർക്ക് ഒന്നുമില്ല. പക്ഷേ ഇവിടെ 4G 5G എല്ലാ ജിയും ഉണ്ട്. പക്ഷേ കഞ്ഞി കിട്ടണമെങ്കിൽ, നമുക്ക് കഞ്ഞി കിട്ടണമെങ്കിൽ നമുക്ക് എന്നാ വേണം? കൃഷി വേണം. എല്ലാവരും ഫോണില്ല. പക്ഷേ മിനിസ്റ്റർ വന്ന് ഇതൊരു ശ്രദ്ധ ചെയ്ത് ഞങ്ങളെപ്പോലെയല്ല, ഞങ്ങളുടെ മണ്ഡലത്തിലുള്ള പാവപ്പെട്ട ജനങ്ങൾക്ക്, കൃഷിക്കാർക്ക് നന്മ ചെയ്യണം. അതിനെക്കുറിച്ച് വലിയൊരു ബുക്കും കൊടുത്തിട്ടുണ്ട്. ഇത് പഠിച്ചിട്ട് മിനിസ്റ്റർ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ എൻ്റെ മണ്ഡലത്തിൽ നമ്മൾ 1 സെൻറ്റ് സ്ഥലം പോലും ഇല്ലാത്ത ആൾക്കാർ, പാവപ്പെട്ട ആൾക്കാർ കാർഷിക മേഖലയിലുമുണ്ട്, എൻ്റെ തോട്ട മേഖലയിലുമുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നതാണ്. അത് എന്നാന്ന് വെച്ചാൽ അവരുടെ അടുത്ത് ഇതൊക്കെ പറഞ്ഞിട്ടാണ് വോട്ട് ചോദിച്ച് നമ്മൾ ജയിച്ചത്. പക്ഷെ ഇതൊക്കെ ചെയ്ത് തന്നില്ലെങ്കിൽ ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. എന്നെ ഈ നാട്ടിൽ എന്നെ വിടൂല. അവിടെ തിരുവനന്തപുരം വന്നിട്ടേ, നിയമസഭയ്ക്ക് വന്നിട്ട് ഞാൻ തിരിച്ച് എൻ്റെ നാട്ടിലേക്ക് വരുന്നത് എന്നെ കയറാൻ സമ്മതിക്കില്ല. ഇതെല്ലാം ചെയ്ത് തരുമെന്ന് മാത്രം എൻ്റെ മിനിസ്റ്ററെ അടുത്ത് പറഞ്ഞുകൊണ്ട് ഈ അവസരം